കെമിസ്ട്രിയിലെ പുതിയൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. ലോഹങ്ങൾ, ലോഹനിർമ്മാണം എന്നതാണ് ടോപ്പിക്ക്. ഈ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ നമുക്കൊരു 4 SCERT ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അതായത് ഓൾഡ് SCERTയിൽ 2 ചാപ്റ്ററും ന്യൂ SCERTയിൽ 2 ചാപ്റ്ററും. ഓൾഡ് SCERTയിൽ 8th സ്റ്റാൻഡേർഡിലെ 7th ലെസൺ ലോഹങ്ങൾ, ഓൾഡ് SCERTയിൽ 10th സ്റ്റാൻഡേർഡിലെ 4th ലെസൺ ലോഹനിർമ്മാണം. പിന്നെ വരുന്നത് ന്യൂ SCERT. ന്യൂ SCERTയിൽ 8th സ്റ്റാൻഡേർഡിലെ 6th ലെസൺ ലോഹങ്ങളും അലോഹങ്ങളും, കൂടാതെ 10th സ്റ്റാൻഡേർഡ് 6th ലെസൺ ലോഹങ്ങൾ. ആ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ന്യൂ SCERT സ്റ്റാൻഡേർഡ് 10ലെ 6th ലെസൺ ലോഹങ്ങൾ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഇന്ന് ഇത് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കില്ല, നമുക്ക് 2-3 പാർട്ടായിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പാർട്ടിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ലോഹങ്ങളെക്കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. നമ്മുടെ ടോപ്പിക്ക് തന്നെ കണ്ടില്ലേ, ലോഹങ്ങൾ, ലോഹനിർമ്മാണം എന്നുള്ളതാണ്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചിത്രങ്ങളിലൂടെ തന്നിട്ട് ഓരോ ഫീൽഡിലും ഈ ഒരു ലോഹങ്ങളെ കൊണ്ടുള്ള ഉപയോഗങ്ങളാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മളുടെ ആദിമകാലത്തിൽ നമ്മുടെ പൂർവികർ എന്താ ചെയ്തത്, ലോഹങ്ങൾ കണ്ടെത്തുന്നതിന് മുൻപ് അല്ലേ, നവീന ശിലായുഗത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് വെങ്കലയുഗത്തിൽ ലോഹങ്ങൾ അവർ ഉപയോഗിക്കാൻ തുടങ്ങിയ നാൾ മുതലാണ് അല്ലേ, വെങ്കലം അവർ ആദ്യമായി ഉപയോഗിച്ചത് തൊട്ടാണ് ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ വെങ്കലയുഗം എന്നൊക്കെ പേരിട്ട് വിളിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് നമ്മൾ അല്ലേ, ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം, പിന്നീട് അങ്ങോട്ട് പുരോഗമനത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. അന്ന് നിന്ന് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നു. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ലോഹങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ അവയിൽ കുറച്ച് ഏതൊക്കെ ഫീൽഡിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് 1-2 എക്സാമ്പിളൊക്കെ തന്നിട്ടുണ്ട്, നോക്കാം. ഗതാഗത മേഖലകളിൽ വാഹനങ്ങൾ ഉണ്ടാക്കാനായിട്ട് അല്ലെ, വാഹനങ്ങളുടെ പല പാർട്സ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ലോഹങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. കാർഷിക മേഖലയിലും ആയുധങ്ങളും ടില്ലറുകളും ഒക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ലോഹ ഭാഗങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നിർമ്മാണ മേഖലയിലാവട്ടെ, സാങ്കേതിക മേഖലയിലാകട്ടെ, നിത്യ ഉപയോഗ വസ്തുക്കളിൽ പോലും നമുക്ക് ലോഹങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല, മനുഷ്യർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ കണ്ടോ, ലോഹങ്ങളുടെ ഏതെല്ലാം സവിശേഷതകളാണ് വിവിധ മേഖലകളിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടുന്ന് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടൊരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഉപഭോഗ വസ്തുക്കൾ, അതായത് ആഭരണങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ വീട്ടുപകരണങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലോഹങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ആ ലോഹങ്ങളാണോ കാർഷിക മേഖലയിൽ കൃഷി ആയുധങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്? വേണ്ട. ഗതാഗത മേഖലയിൽ കാറുകൾ അല്ലെങ്കിൽ വണ്ടികൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്? അപ്പോൾ അത് അതിൻ്റെ ഡിഫറൻസ് ഉണ്ട് അല്ലെ. ലോഹങ്ങളുടെ ഭൗതിക ഗുണങ്ങളിലുള്ള വ്യത്യാസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഓരോ ഫീൽഡിലും നമ്മളത് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ എന്തൊക്കെ സവിശേഷതകളാണ്, ലോഹങ്ങളുടെ ഏതെല്ലാം സവിശേഷതകളാണ് നമ്മൾ ഈ ഓരോ ഭാഗത്തും പ്രയോജനപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ചോദ്യം. ഏതൊക്കെയാണ്? സൊണാരിറ്റി, മാല്യബിലിറ്റി, ഡക്റ്റിലിറ്റി, പിന്നെന്താണ്, ലോഹദ്യുതി, ഉയർന്ന സാന്ദ്രത, ഉയർന്ന ദ്രവണാങ്കം, ഉയർന്ന തിളനില, ഇതെല്ലാം എന്താണ്? ലോഹങ്ങളുടെ ഭൗതിക ഗുണങ്ങളാണ്. ഇതൊക്കെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനു മുൻപ് ഇവിടെ ബെയ്ലി പാലം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. എന്താണെന്നൊന്ന് വായിക്കാം. ദുരന്തബാധിത പ്രദേശങ്ങളിൽ അടിയന്തിരമായി പണിയുന്ന താൽക്കാലിക പാലങ്ങളാണ് ബെയ്ലി പാലം. സൈനിക ആവശ്യങ്ങൾക്കും ഇത്തരം പാലങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. മുൻകൂട്ടി നിർമ്മിക്കപ്പെട്ട ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിച്ച് എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നതും എടുത്ത് മാറ്റാവുന്നതുമായിട്ടുള്ള പാലമാണ് ബെയ്ലി പാലം. അപ്പോൾ നോക്കിയേ, സ്റ്റീലിനെയാണ് ഉരുക്ക് എന്ന് പറയുന്നത്. സ്റ്റീലും തടിയുമാണ് ഈ ബെയ്ലി പാലത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഈ ദുരന്തബാധിത മേഖലകളിലേക്കൊക്കെ അല്ലെ, അങ്ങോട്ടൊക്കെ എത്തിപ്പെടാനായിട്ട് പ്രയാസമായിരിക്കും, റോഡുകളൊക്കെ നശിച്ചു പോയിട്ടുണ്ടാകും. അപ്പം ആ ഒരു ഭാഗത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? അപ്പം നദികളുടെ കുറുകെയൊക്കെ ആണെങ്കിലും പാലം പണിയുന്നുണ്ട്. ആ പാലത്തിന് പെട്ടെന്ന് അല്ലെ, ഒരു റെഡിമെയ്ഡ് പാലം എന്ന് പറയാം. പാർട്സൊക്കെ ഓൾറെഡി ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും, അത് ജസ്റ്റ് ഒന്ന് കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് ബെയ്ലി പാലം എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്റ്റീലും തടിയുമാണ് ആ ഒരു പാലത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ. ദുരന്തബാധിത മേഖലകളിലെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഇത്തരം ലോഹനിർമ്മിതമായിട്ടുള്ള പാലങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ പ്രധാനമാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് വാർ ഓഫീസർ ഉദ്യോഗസ്ഥനായ ഡൊണാൾഡ് കോൾമാൻ ബെയ്ലി എന്ന സിവിൽ എഞ്ചിനീയറാണ് ആദ്യമായിട്ട് ഇത്തരം ഒരു പാലം ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഈ ഒരു പാലത്തെ നമ്മൾ ബെയ്ലി പാലം എന്ന് പേരിട്ട് വിളിക്കുന്നത്. ഉണ്ടാക്കി വെച്ച വ്യക്തിയുടെ പേരെന്താണ്? ഡൊണാൾഡ് കോൾമാൻ ബെയ്ലി. ഓക്കെ, നമുക്കിനി നോക്കാനുള്ളത് ലോഹങ്ങളുടെ പ്രധാനപ്പെട്ട ഭൗതിക ഗുണങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തോട്ട് നമുക്ക് വരാം.
ലോഹങ്ങളുടെ പ്രകൃതിയിലെ സാന്നിധ്യത്തെക്കുറിച്ചാണ് ഇവിടെ ഏറ്റവും ആദ്യം പറയുന്നത്. ലോഹങ്ങളുടെ പ്രധാനപ്പെട്ട സ്രോതസ്സ് ഭൂവൽക്കമാണ്, അല്ലേ? ഭൂവൽക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഭൂമിയുടെ ആ ഒരു ഭാഗം, ക്രസ്റ്റ്, അതാണ് എന്ത്? ഭൂവൽക്കം. ലോഹങ്ങളുടെ പ്രധാനപ്പെട്ട സ്രോതസ്സ് ഭൂവൽക്കമാണ്. ലോഹങ്ങൾ പൊതുവെ ക്രിയാശീലം കൂടിയവ ആയതിനാൽ ക്രിയാശീലത കൂടിയവ ആയതുകൊണ്ട് പ്രകൃതിയിൽ സംയുക്ത അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. സമുദ്രജലത്തിലും സോഡിയം ക്ലോറൈഡ്, മഗ്നീഷ്യം ക്ലോറൈഡ് പോലെയുള്ള ലോഹ സംയുക്തങ്ങൾ ലയിച്ചു ചേർന്നിട്ടുണ്ട്. ചുരുക്കം ചില ലോഹങ്ങൾ സ്വതന്ത്ര അവസ്ഥയിലുമുണ്ട്. ഏതൊക്കെയാണ്? സ്വർണം പോലുള്ള, അല്ലേ? ക്രിയാശീല ശ്രേണി നമ്മൾ പഠിക്കും. ആ ക്രിയാശീല ശ്രേണിയിൽ ഏറ്റവും അവസാന ഭാഗത്ത് വരുന്നവ എന്ന് പറയുന്നത് പൊതുവെ റിയാക്ടിവിറ്റി കുറവായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പൊതുവെ ക്രിയാശീലത കുറഞ്ഞത്. അവയൊക്കെ തന്നെ മിക്കതും സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹങ്ങളാണ്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോൾ പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ലോഹങ്ങളെയോ മൂലക സംയുക്തങ്ങളെയോ പൊതുവെ ധാതുക്കൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ധാതുക്കൾ അല്ലെങ്കിൽ മിനറൽസ് എന്താണ് പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ലോഹങ്ങളോ അല്ലെങ്കിൽ മൂലക സംയുക്തങ്ങളെയൊക്കെയാണ് പൊതുവെ മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കൾ എന്ന് പറയുന്നത്. ഇവയിൽ എന്തുണ്ട്? ലോഹ സംയുക്തങ്ങളും ഉണ്ട്, അലോഹ സംയുക്തങ്ങളും ഉൾപ്പെടുന്നുണ്ട്. മിനറൽസ് അല്ലെങ്കിൽ ധാതുക്കൾ എന്ന് പറയുമ്പോൾ അതിൽ ലോഹ സംയുക്തങ്ങളും അലോഹ സംയുക്തങ്ങളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ലോഹങ്ങളെയോ മൂലക സംയുക്തങ്ങളെയോ ആണ് പൊതുവെ ധാതുക്കൾ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഭൂവൽക്കത്തിലാണ്, അല്ലെ? ഇവിടെ പറഞ്ഞൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോഹങ്ങളുടെ പ്രധാനപ്പെട്ട സ്രോതസ്സ് ഭൂവൽക്കമാണ് എന്നത്. അങ്ങനെയെങ്കിൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? ഭൂവൽക്കത്തിൽ ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏത്? ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? അലുമിനിയം ആണ്, അല്ലേ? അലുമിനിയം ആണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്, അലുമിനിയം. ഓക്കെ. രണ്ടാമത്തെ പൊസിഷൻ ആർക്കാണ്? ഇരുമ്പാണ്. ഇരുമ്പ് ഭൂവൽക്കത്തിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഇരുമ്പും മൂന്നാമതായിട്ട് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കാൽസ്യവും ആണ് കേട്ടോ. ലോഹത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഭൂവൽക്കത്തിൽ അല്ലെങ്കിൽ ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം അലുമിനിയം. ഫസ്റ്റ് റാങ്ക് അലുമിനിയം, സെക്കൻഡ് റാങ്ക് ഇരുമ്പ്, തേർഡ് പൊസിഷൻ കാൽസ്യം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? അലുമിനിയാണ്. ഇത് PYQ ആണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം എന്നാ ചോദിക്കുന്നതെങ്കിലോ? മൂലകം, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഫസ്റ്റ് പൊസിഷൻ ആർക്കാണ്? ഓക്സിജൻ ആണ്. ഓക്സിജൻ. സെക്കൻഡ് സിലിക്കൺ ആണ് കേട്ടോ. തേർഡ് അലുമിനിയം. ഭൂവൽക്കത്തിൽ മൂന്നാമത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് അലുമിനിയം. എന്നാൽ ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അലുമിനിയമാണ്. ഭൂവൽക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയുടെ പുറന്തോടാണ്, അല്ലെ? ക്രസ്റ്റാണ്. ക്രസ്റ്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ചോദിച്ചാൽ ഓക്സിജനും, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അലുമിനിയം ആണ്. അത് PYQ ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്, ഒന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കാം. ഓക്കെ. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരാം. ഒരേ ലോഹം തന്നെ പലതരം ധാതുക്കളായിട്ട് പ്രകൃതിയിൽ കാണപ്പെടുന്നുണ്ട്. അതായത് സംയുക്താവസ്ഥയിൽ കാണപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഒരേ ലോഹം തന്നെ പലതരം ധാതുവായിട്ട് പ്രകൃതിയിൽ കാണപ്പെടുന്നുണ്ട്. ഇവയിൽ ഏറ്റവും അനുയോജ്യമായവയിൽ നിന്നാണ് ലോഹങ്ങൾ വേർതിരിച്ചെടുക്കുക. സംയുക്താവസ്ഥയിൽ കാണപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മിനറൽസിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായവയിൽ നിന്നാണ് നമ്മൾ ലോഹങ്ങളൊക്കെ വേർതിരിച്ചെടുക്കുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അലുമിനിയത്തിൻ്റെ സുലഭമായിട്ടുള്ള ധാതുവാണ് കളിമണ്ണിൻ്റെ കെമിക്കൽ ഫോർമുല കണ്ടല്ലോ. Al2O3 2SiO2 2H2O. Si എന്താണ്? സിലിക്കയാണ്, അല്ലേ? അപ്പോൾ അലുമിനിയത്തിൻ്റെ ഏറ്റവും സുലഭമായിട്ടുള്ള ധാതു ഏതാണെന്ന് ചോദിച്ചാൽ അത് കളിമണ്ണാണ്. എന്നാൽ Al2O3 2H2O, അതായത് ഈ സിലിക്ക കളഞ്ഞു. അപ്പോൾ എന്തായി? അത് ബോക്സൈറ്റായി. അതുപോലെ ക്രയോലൈറ്റ് കണ്ടോ? Na2Al(F6) എന്നിവയൊക്കെ എന്താണ്? അലുമിനിയത്തിൻ്റെ ധാതുക്കളാണ്. എന്നാൽ ഇവയിൽ ബോക്സൈറ്റ് എന്ന ധാതുവാണ് അലുമിനിയം ഉൽപ്പാദിപ്പിക്കാൻ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരു ലോഹം തന്നെ പലതരം ധാതുക്കളായി. ധാതു എന്നാൽ എന്താണ്? പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ലോഹങ്ങളോ മൂലക സംയുക്തങ്ങളെയോ പൊതുവേ ധാതുക്കൾ എന്നാണ് പറയുന്നത്. അത് നമുക്ക് ലോഹ സംയുക്തങ്ങളായിട്ടോ അലോഹ സംയുക്തങ്ങളൊക്കെ ആയിട്ടോ കാണപ്പെടുന്നുണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അലുമിനിയത്തിൻ്റെ ഏറ്റവും സുലഭമായിട്ടുള്ള ധാതുവാണ് കളിമണ്ണ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബോക്സൈറ്റ്, ക്രയോലൈറ്റ് ഇതൊക്കെ എന്താണ്? അലുമിനിയത്തിൻ്റെ ധാതുവാണ്. അപ്പോൾ
ഇവയിൽ ബോക്സൈറ്റ് എന്ന ധാതുവാണ് അലുമിനിയം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിനെന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും അല്ലേ? ഈ ബോക്സൈറ്റ് ഉണ്ട്, ക്രയോലൈറ്റ് ഉണ്ട്, അലുമിനിയത്തിൻ്റെ ധാതുവായിട്ട് കളിമണ്ണുണ്ട്. ഇവയിൽ മൂന്നിലും ഏറ്റവും സുലഭമായിട്ട് നമുക്ക് ലഭിക്കുന്ന കളിമണ്ണാണ്. എന്നിട്ടും ബോക്സൈറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? അലുമിനിയം ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് പിന്നിലുള്ള കാരണം എന്താണ് നോക്കാം. ഒരു ലോഹം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ധാതുവിന് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം? അപ്പോൾ ധാതു എന്ന് നമ്മൾ പറഞ്ഞ അലുമിനിയത്തിൻ്റെ ധാതുക്കളാണ് ഏതൊക്കെ? ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, അതുപോലെ കളിമണ്ണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും സുലഭമായിട്ട് നമുക്ക് കിട്ടുന്നത് കളിമണ്ണാണ്. എന്നാൽ പോലും ബോക്സൈറ്റ് എന്ന ധാതുവാണ് അലുമിനിയം ഉൽപ്പാദിപ്പിക്കാൻ, വ്യാവസായികമായിട്ടൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ ബോക്സൈറ്റിനെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ബോക്സൈറ്റിന് കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഏതൊരു ലോഹമാണെങ്കിലും വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ധാതുവിന് കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, കുറച്ച് ഗുണങ്ങളുണ്ട്. അപ്പോൾ ആ ഗുണങ്ങളുള്ളവയാണെങ്കിൽ നമ്മൾ വ്യാവസായികമായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും എന്തുണ്ട് ഈ ഒരു ധാതു ഏതാണ് എന്ന് സെലക്ട് ആക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ലോഹം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ധാതുവിന് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം നോക്കാം. ഫസ്റ്റ്, സുലഭമായിരിക്കണം. അതുപോലെ എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നവയാകണം. ലോഹാംശം കൂടുതൽ ഉള്ളവയായിരിക്കണം. ഉൽപാദന ചിലവ് കുറഞ്ഞിരിക്കണം. ഈ 4 പോയിന്റ്സ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഒരു ലോഹം വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ധാതുവിന് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ കൂട്ടത്തിൽ പെടുന്നത് ഏത്, പെടാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞ് ഈ ഭാഗത്തുനിന്ന് ചോദിക്കാം. അപ്പോൾ ഈ 4 പോയിന്റ്സ് നമ്മൾ നോട്ട് ചെയ്യണം. സുലഭമായിരിക്കണം, എളുപ്പത്തിൽ വേർതിരിക്കാൻ കഴിയുന്നവയായിരിക്കണം, ലോഹാംശം കൂടുതൽ ഉള്ളവയായിരിക്കണം. എന്നാൽ മാത്രം എന്ത് ചെയ്യുള്ളൂ? വ്യാവസായികമായിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അവിടെ ലാഭം കിട്ടുള്ളൂ. ലോഹാംശം ഈ ഒരു ധാതുവിൽ കൂടുതലുണ്ടായിരിക്കണം. അതുപോലെ ഉൽപാദന ചിലവ് കുറഞ്ഞിരിക്കണം. ഇനി ഈ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ അലുമിനിയം നിർമ്മാണത്തിലെ അനുയോജ്യമായിട്ടുള്ള ധാതു ബോക്സൈറ്റ് ആണ്. ബോക്സൈറ്റ് എന്താണ്? ഈസിലി അവൈലബിൾ ആണ്, എളുപ്പത്തിൽ വേർതിരിച്ചെടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ബോക്സൈറ്റിൽ എന്തുണ്ട്? അലുമിനിയത്തിൻ്റെ അംശം കൂടുതലുണ്ട്. അതുപോലെ തന്നെ ഉൽപ്പാദന ചെലവും കുറവാണ്. അതുകൊണ്ട് തന്നെ ക്രയോലൈറ്റ്, കളിമണ്ണ്, ബോക്സൈറ്റ് ഇവയിൽ ഏറ്റവും അലുമിനിയം വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഈ ഒരു ബോക്സൈറ്റിനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ധാതുവായിട്ട് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് ബോക്സൈറ്റ് ആണ്. ബോക്സൈറ്റിൽ നിന്നാണ് അലുമിനിയം വേർതിരിച്ചെടുക്കുന്നത്. ഓക്കെ, ഏത് ധാതുവിൽ നിന്നാണോ എളുപ്പത്തിലും ലാഭകരമായും ഒരു ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത് അതിനെ ആ ലോഹത്തിൻ്റെ അയിര് അല്ലെങ്കിൽ ഓർ എന്നാണ് വിളിക്കുന്നത്. ഏത് ധാതുവിൽ നിന്നാണോ എളുപ്പത്തിലും ലാഭകരമായും ഒരു ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത് അതിനെ ആ ഒരു ലോഹത്തിൻ്റെ അയിര് എന്ന് പറയുന്നു. അതായത് അയിരുകളിൽ നിന്ന് അതത് ലോഹം എന്ത് ചെയ്യുന്നുണ്ട്? അയിരുകളിൽ അതത് ലോഹം ഉയർന്ന സാന്ദ്രതയിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് ഇത് മനസ്സിലാക്കേണ്ടത്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ഭാഗത്ത് നിന്നൊരു PYQ ഉണ്ടായിട്ടുണ്ട്. ചോദ്യം ഇങ്ങനെയാണ്: എല്ലാ അയിരുകളും ധാതുക്കളാണ്. ഇനി എല്ലാ ധാതുക്കളും അയിരുകളല്ല. ഈ 2 പോയിന്റും ഒന്ന് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അത് ഈ ഒരു ഭാഗത്തുനിന്ന് PSC ചോദിച്ചിട്ടുള്ളതാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. ID എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. എല്ലാ അയിരുകളും ധാതുക്കളാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. എന്നാൽ നേരെ തിരിച്ച് എല്ലാ ധാതുക്കളും എല്ലാ ധാതുക്കളും അയിരുകൾ അല്ല. അയിരുകളല്ല. മനസ്സിലാക്കി. ഈ ഒരു ഒറ്റ പോയിന്റ് പഠിച്ചാൽ മതി, ID എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, എല്ലാ അയിരുകളും ധാതുക്കളാണ്, എന്നാൽ എല്ലാ ധാതുക്കളും അയിരുകളല്ല. ഇപ്പം അലൂമിനിയത്തിൻ്റെ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു? അതിൻ്റെ ധാതുക്കളായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാവുന്നത് ബോക്സൈറ്റ് ഉണ്ട്, ക്രയോലൈറ്റ് ഉണ്ട്, കളിമണ്ണുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ബോക്സൈറ്റിനെയാണ് സെലക്ട് ചെയ്തത്. ബോക്സൈറ്റാണ് അപ്പോൾ അലൂമിനിയത്തിൻ്റെ അയിര്. അപ്പോൾ എല്ലാ അയിരുകളും ധാതുക്കളാണ്. അപ്പോൾ ഇവിടെ ബോക്സൈറ്റ് ബോക്സൈറ്റ് എന്ന് പറയുന്ന അലൂമിനിയത്തിൻ്റെ അയിര് അലൂമിനിയത്തിൻ്റെ ധാതു കൂടിയാണ്. എന്നാൽ അലൂമിനിയത്തിൻ്റെ എല്ലാ ധാതുക്കളും, അതായത് ക്രയോലൈറ്റ്, പിന്നെ കളിമണ്ണ്, ഇതൊന്നും അയിരുകളായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അയിരുകളായിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഏത് ധാതുവിൽ നിന്നാണോ എളുപ്പത്തിലും ലാഭത്തിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത് അതിനെയാണ് അയിര് അല്ലെങ്കിൽ ഓർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ പഠിച്ചു വെക്കേണ്ട പോയിന്റ് വീണ്ടും പറയുകയാണ്: എല്ലാ അയിരുകളും ധാതുക്കളാണ് എന്നത് പഠിച്ചു വെക്കുക. ID എന്നിട്ട് ഒരു ടിക്ക് ഇടുക. അപ്പോൾ എല്ലാ അയിരുകളും ധാതുക്കൾ ആണ്. ഓക്കെ അല്ലേ? ഇനി മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു ഭാഗം,
ഇനി നമുക്ക് ഈ ഒരു ബോക്സ് പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, PSC മുൻപ് ചോദിച്ചിട്ടുള്ളതാണ് ഈ ഭാഗത്ത് നിന്ന്. അപ്പോൾ ലോഹങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോഹങ്ങളും അതിൻ്റെ അയിരും രാസസൂത്രമാണ് തന്നിരിക്കുന്നത്. ഏറ്റവും ആദ്യം നമുക്ക് അലുമിനിയം. അലുമിനിയത്തിൻ്റെ ധാതുക്കൾ നമ്മൾ പഠിച്ചു അല്ലേ? ആദ്യം തന്നെ ഏതൊക്കെയാണ്? കളിമണ്ണ് പഠിച്ചു, അതുപോലെ തന്നെ ക്രയോലൈറ്റ് പഠിച്ചു, ബോക്സൈറ്റും പഠിച്ചു. അപ്പോൾ എല്ലാ അയിരുകളും എന്താണ്? ധാതുക്കളാണ്. എല്ലാ അയിരുകളും ധാതുക്കളാണ്. എന്നാൽ എല്ലാ ധാതുക്കളും അയിരല്ല. ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ലോഹാംശം കൂടുതലുള്ള ബോക്സൈറ്റ് ആണ് അലുമിനിയത്തിൻ്റെ അയിര്. Al2O3 2H2O. അത് മനസ്സിൽ പതിയാനാണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്, ബോറടിക്കരുത്. ഓക്കെ, ഇനി അടുത്തത് ഇരുമ്പ്. ഇരുമ്പിൻ്റെ ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. ഇനി ഇവിടെ നോക്കിയേ, ഒന്ന് സൂം ചെയ്തൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കണ്ടോ, മാഗ്നറ്റൈറ്റ് എന്ന് പറയുമ്പോൾ ഇതിലൊരു 3 ഒളിഞ്ഞിരിക്കുന്ന കണ്ടോ? ഇവിടെ ഒരു 3 ഒളിഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ 3 നമുക്കിവിടെ കണക്ട് ചെയ്യാം. Fe3O4. Fe3O4 ആണ് ഇത് മാഗ്നറ്റൈറ്റ്. അപ്പോൾ ഇരുമ്പിൻ്റെ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഹേമറ്റൈറ്റ് ആണെങ്കിൽ Fe2O3 ആണ്, മാഗ്നറ്റൈറ്റ് ആണെങ്കിൽ Fe3O4 ആണ്. ഓക്കെ അല്ലേ? കണക്റ്റ് ആയല്ലോ. ഇനി അടുത്തത് കോപ്പറാണ്. കോപ്പറുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ ചെമ്പ് അല്ലേ? ചെമ്പിൻ്റെ കോപ്പർ പൈറൈറ്റ്സ്. CuFeS2. കോപ്പർ പൈറൈറ്റ്സ്. ഇനി കോപ്പർ ഗ്ലാൻസ്. CuS ഉണ്ട്. കുപ്രൈറ്റ് Cu2O. അപ്പോൾ 3 എണ്ണമാണ് കോപ്പറിൻ്റെ നമുക്ക് പഠിക്കാനുള്ളത്. അതുപോലെ മാലക്കൈറ്റ് ഒക്കെ PSC മുൻപ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. കോപ്പറിൻ്റെ മാലക്കൈറ്റ് എന്ന് പറയുന്ന ഒരു അയിരാണ്. അപ്പോൾ SCRT ടെക്സ്റ്റ് ബുക്കിലുള്ളത് കോപ്പർ പൈറൈറ്റ്സ്, കോപ്പർ ഗ്ലാൻസ്, കുപ്രൈറ്റ് എന്നിവയാണ്. ഓക്കെ, ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിങ്കിൻ്റെ കലാമിൻ മിക്കവാറും PSC ചോദിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു രാസസൂത്രം കൂടി പഠിച്ചു വെച്ചേക്കാം. ZnCO3 ആണ് കലാമിൻ. കലാമിൻ ലോഷനൊക്കെ നമ്മൾ സ്കിന്നിങ് യൂസ് ചെയ്യാറില്ലേ? അതുപോലെ സിങ്ക് ബ്ലെൻഡ് ഇതൊക്കെ എന്താണ്? നമ്മുടെ സിങ്കിൻ്റെ അയിരുകളാണ്. ഓക്കെ അല്ലേ? അപ്പോൾ കലാമിൻ, സിങ്ക് ബ്ലെൻഡ് ഇതൊക്കെ സിങ്കിൻ്റെ അയിരുകളാണ്. ഇനി അടുത്തത് ടിന്നിൻ്റെ ഏതൊക്കെയാണ്? കാസിറ്ററൈറ്റ്, കാസിറ്ററൈറ്റും ടിൻ സ്റ്റോണും. നമ്മൾ എന്താ ചെയ്തത്? പണ്ടത്തെ കാസറ്റുകളൊക്കെ ഇല്ലേ? കാസറ്റ് അറിയാമല്ലോ, ടേപ്പ് റെക്കോർഡറിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കാസറ്റുകളെല്ലാം കൂടി നമ്മളൊരു ടിന്നിലിട്ട് അങ്ങ് വെച്ചു എന്നാലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ കാസറ്ററൈറ്റ് എല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്തു? ഒരു ടിന്നിലിട്ട് വെച്ചു. ഓക്കെ, കാസറ്റ് എല്ലാം കൂടി ഇട്ട് വെച്ചു, ഒരു ടിന്നിലിട്ട് വെച്ചു. ടിൻ സ്റ്റോണും അല്ലെങ്കിൽ കാസറ്ററൈറ്റും ഇതൊക്കെ എന്താണ്? ടിന്നിൻ്റെ അയിരുകളാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് SCRT തന്നിട്ടുള്ളതാണ് ഇതൊക്കെ. ഇത് കൂടാതെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, എന്നാലും റാങ്ക് ഫയലൊക്കെ നോക്കുമ്പോൾ കുറച്ചുകൂടി കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഇത്രയും നല്ല രീതിയിൽ പഠിക്കുക. അതെവിടെയും സിങ്കിൻ്റെ കലാമിനും അലുമിനിയത്തിൻ്റെ ബോക്സൈറ്റും അതുപോലെ കുപ്രൈറ്റും ഇതൊക്കെ PSC ആവർത്തിച്ച് ചോദിക്കുന്നവയാണ്. അപ്പോൾ ഒന്നുകൂടി ഈ ഭാഗം നമുക്ക് നോക്കിയിട്ട് വരാം. ഏതൊക്കെയാണ്? അലുമിനിയത്തിൻ്റെ ബോക്സൈറ്റ് Al2O3 2H2O ആണ് ഇതിൻ്റെ രാസസൂത്രം. ഇരുമ്പാണെങ്കിൽ ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് ആണെങ്കിൽ Fe2O3, മാഗ്നറ്റൈറ്റ് ആണെങ്കിൽ Fe3O4. പിന്നെ കോപ്പർ ആണെങ്കിൽ കോപ്പർ പൈറൈറ്റ്സ്. അയൺ പൈറൈറ്റ്സ് ഇല്ലേ? നമ്മുടെ അയൺ പൈറൈറ്റ്സ് അല്ലേ? ഈ ഇരുമ്പിൻ്റെ അയൺ പൈറൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അയിര് കൂടിയുണ്ട്, അയൺ പൈറൈറ്റ്സ്. ഈ അയൺ പൈറൈറ്റ്സിനെയാണ് എന്ത് പറയുന്നത്? വിഡ്ഢികളുടെ സ്വർണം എന്ന് പറയുന്നത് കേട്ടോ. അത് മാറിപ്പോകരുത്. കോപ്പർ പൈറൈറ്റ്സ് വേറെ, അയൺ പൈറൈറ്റ്സ് വേറെ. അയൺ പൈറൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നതാണ് അയൺ പൈറൈറ്റ്സ്. ഇവിടെ നമ്മൾ പറഞ്ഞേക്കുന്നത് കോപ്പർ പൈറൈറ്റ്സ് ആണ്, കോപ്പറിൻ്റെ ആണത് കേട്ടോ, കോപ്പറിൻ്റെ അയിരാണ്. ഇനി സിങ്കിൻ്റെ ആണെങ്കിൽ കലാമിനൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കുക. ZnCO3 ആണ്. കുപ്രൈറ്റ് ആണെങ്കിൽ കോപ്പറിൻ്റെ ആണ്, Cu2O ആണ്. പിന്നെ ടിൻ നമ്മൾ ഇട്ട് വെച്ചു, കാസറ്റിൽ എന്തിട്ട് വെച്ചു? ടിന്നിട്ട് വെച്ചു. അപ്പോൾ ടിന്ന് കാസറ്ററൈറ്റും അതുപോലെ ടിൻ സ്റ്റോണും ഉണ്ട്. ഓക്കെ, ഇനി നോക്കിയേ, ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ സംയുക്ത രൂപത്തിലാണ് പ്രകൃതിയിൽ കാണപ്പെടുന്നത്. അതായത് റിയാക്ടിവിറ്റി കൂടിയിട്ടുള്ള ലോഹങ്ങളൊക്കെ പ്രകൃതിയിൽ എപ്പോഴും സംയുക്ത അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അത് എപ്പോഴും എന്ത് ചെയ്യും? കെമിക്കൽ റിയാക്ഷൻസിന് വിധേയമാവും. അങ്ങനെ വരുമ്പോൾ അത് എപ്പോഴും ഒരു സംയുക്ത അവസ്ഥയിൽ മാത്രമായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ശുദ്ധമായിട്ടുള്ള ലോഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് റിയാക്ടിവിറ്റി കുറഞ്ഞ് അങ്ങനെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കാണപ്പെടുന്ന സ്വർണം, വെള്ളി പോലെയുള്ളവയല്ലേ. പിന്നെ ഈ സംയുക്തങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്? പിന്നെ ശുദ്ധമായിട്ടുള്ള ലോഹങ്ങളൊക്കെ വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അയിരുകളിൽ നിന്ന് ലോഹം വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും 3 ഘട്ടങ്ങളിലായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഈ പ്രക്രിയകളെ ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലർജി എന്നാണ് പേരിട്ട് വിളിക്കുന്നത്. മെറ്റലർജി. അപ്പോൾ എന്താണ് മെറ്റലർജി എന്ന് പറയുന്നത്? ഒരു അയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിച്ചെടുക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളും ചേർന്ന് ആ ഒരു പ്രോസസ്സ്, അതിനെയാണ് ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലർജി എന്ന് പറയുന്നത്.
അയിരുകളിൽ നിന്ന് ലോഹം വേർതിരിച്ചെടുക്കാൻ പ്രധാനമായും 3 ഘട്ടങ്ങളിലുള്ള പ്രവർത്തനങ്ങളാണുള്ളത്. അപ്പോൾ ഈ പ്രക്രിയകളെ എല്ലാം കൂടി ചേർത്തിട്ടാണ് ലോഹനിഷ്കർഷണം എന്ന് പറയുന്നത്. അപ്പോൾ ആ 3 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്? 1. കോൺസെൻട്രേഷൻ ഓഫ് ഓർ അല്ലെങ്കിൽ അയിരുകളുടെ സാന്ദ്രണമുണ്ട്. 2. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ, അതായത് സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കുന്ന പ്രോസസ്സ്. പിന്നെ വരുന്നത് റിഫൈനിങ് ഓഫ് മെറ്റൽ അല്ലെങ്കിൽ ലോഹ ശുദ്ധീകരണം. ഇതാണ് എന്ത്? തേർഡ് പ്രോസസ്സ് അല്ലെങ്കിൽ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. 3 ഘട്ടങ്ങളില്ലേ, അതിൽ 3ാമത്തെ ഘട്ടം. അപ്പോൾ അയിരുകളിൽ നിന്ന് ലോഹം സംയുക്ത അവസ്ഥയിലാണ് റിയാക്ടിവിറ്റി കൂടിയ ലോഹങ്ങളൊക്കെ കാണപ്പെടുന്നത്. അപ്പോൾ ഈ സംയുക്ത അവസ്ഥയിൽ നിന്ന് അവയെ ശുദ്ധലോഹമായി വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 3 പ്രോസസ്സാണുള്ളത്. ഈ 3 പ്രോസസ്സുകളെയും ചേർത്ത് നമുക്ക് ലോഹനിഷ്കർഷണം എന്ന് പറയാം. ലോഹനിഷ്കർഷണത്തിലെ 3 ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും ആദ്യം അയിരുകളുടെ സാന്ദ്രണമാണ്, കോൺസെൻട്രേഷൻ ഓഫ് ഓർ. രണ്ടാമത്തെ പ്രോസസ്സ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ, സാന്ദ്രീകരിച്ച അരിൽ നിന്ന് ലോഹത്തെ വേർതിരിച്ചെടുക്കുക. 3ാമത് ലോഹശുദ്ധീകരണം അഥവാ റിഫൈനിങ് ഓഫ് മെറ്റൽസ്. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് നമുക്ക് നോക്കാം. അയിരുകളുടെ സാന്ദ്രണം അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ഓസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അയിരുകളുടെ സാന്ദ്രണം. അപ്പോൾ അയിരുകളെ ഭൂവൽക്കത്തിൽ നിന്നാണ് ഖനനം ചെയ്തെടുക്കുന്നത്. ഇതിൽ മണൽ പോലുള്ള ധാരാളം ഭൗമ മാലിന്യങ്ങളൊക്കെ കലർന്നിട്ടുണ്ടാവും. അവയൊക്കെയാണ് എന്ത് പറയുന്നത്? ഗ്യാങ് എന്ന് പറയുന്നത്. ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയിരിൽ അടങ്ങിയിട്ടുള്ള അപദ്രവ്യങ്ങളെയാണ് എന്ത് പറയുക? ഗ്യാങ് എന്ന് പറയുക. ഗ്യാങ്. ഓക്കെ. എന്താണ്? ഭൂവൽക്കത്തിൽ സംയുക്ത അവസ്ഥയിലായിരിക്കും കാണപ്പെടുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ, റിയാക്ടിവിറ്റി കൂടിയായിട്ട് സംയുക്തങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ശുദ്ധലോഹങ്ങളെ വേർതിരിച്ചെടുക്കും. ആ ശുദ്ധലോഹങ്ങളെ വേർതിരിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ അയിര് ഭൂവൽക്കത്തിൽ നിന്ന് കളക്ട് ചെയ്യുമ്പോൾ അതിലെന്തുണ്ടാവും? കുറേ ഗ്യാങ് ഉണ്ടാവും. ഗ്യാങ് എന്ന് വെച്ചാൽ മണൽ പോലെയുള്ള ഭൗമ മാലിന്യങ്ങളാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഗ്യാങ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇത്തരം അപദ്രവ്യങ്ങളെ അല്ലെങ്കിൽ ഇംപ്യൂരിറ്റീസിനെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല പ്രോസസ്സുകളും ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇംപ്യൂരിറ്റീസിനെ നീക്കം ചെയ്ത് അയിരിലെ ലോഹാംശം വർദ്ധിപ്പിച്ചെടുക്കുന്ന പ്രക്രിയ, അതാണ് അയിരുകളുടെ സാന്ദ്രണം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, നമ്മളൊരു സ്ഥലത്ത് പോയി ഖനനം ചെയ്തു. അപ്പോൾ അലുമിനിയത്തിൻ്റെ ബോക്സൈറ്റ് കൂടുതലായിട്ട് അവൈലബിൾ ആവുന്ന ഒരു സ്ഥലത്ത് പോയി നമ്മൾ ഖനനം ചെയ്തു. അപ്പോൾ ഈ ബോക്സൈറ്റിൽ നിന്ന് നമുക്ക്, ബോക്സൈറ്റ് എന്നാണ് അതിൻ്റെ പേര്, അലുമിനിയം എന്നല്ല അല്ലേ, അതിൽ കൂടുതലായിട്ട് എന്തുണ്ട്? അലുമിനിയത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു അലുമിനിയത്തിൻ്റെ കണ്ടൻറ്റിനെ, അതിലെ ഗ്യാങ്ങിനെയൊക്കെ, അതിലെ മാലിന്യങ്ങളെയൊക്കെ ഒഴിവാക്കിയിട്ട് അതിലെന്തുണ്ടാവും? സിലിക്ക ഉണ്ടാവും അല്ലേ. സിലിക്ക എന്ന് പറയുമ്പോൾ മണൽ പോലുള്ള കാര്യങ്ങളുണ്ടാവും, മണ്ണുണ്ടാവും. അപ്പോൾ ആ മാലിന്യങ്ങളെയൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് അതിൽ നിന്ന് പ്യുവർ ആയിട്ടുള്ള അലുമിനിയം കളക്ട് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ നമ്മുടെ ധാതുവിൽ ലോഹത്തിൻ്റെ ആ ഒരു സാന്ദ്രത കൂട്ടിയെടുക്കുന്ന പ്രോസസ്സാണ് അയിരുകളുടെ സാന്ദ്രണം എന്ന് പറയുന്നത്. അയിരിൽ അടങ്ങിയ ഗ്യാങ്ങിനെ നീക്കം ചെയ്യുന്ന പ്രക്രിയ എന്ന് നമുക്ക് ഇതിനെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് പറയാം. ഓക്കെ. അപ്പോൾ നോക്കാം. അയിരിൻ്റെയും ഗ്യാങ്ങിൻ്റെയും സ്വഭാവം അനുസരിച്ച് അതിന് വേണ്ടിയിട്ട് നമുക്ക് പല മാർഗ്ഗങ്ങൾ അവലംബിക്കാം. പല നമ്മൾ കുഴിച്ചെടുക്കുന്ന അയിരുകൾക്ക് പലതിനും പല സ്വഭാവമായിരിക്കും. ചിലതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കൂടുതലായിരിക്കും, ചിലത് വെള്ളത്തിൽ കഴുകുമ്പോൾ തന്നെ ഒലിച്ചു പോകുന്ന ഗ്യാങ്ങുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഗ്യാങ്ങിൻ്റെ സ്വഭാവവും അതുപോലെ തന്നെ ഈ അയിരിൻ്റെ സ്വഭാവവും ഒക്കെ അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു അയിരിൻ്റെ സാന്ദ്രണത്തിന് വേണ്ടുന്ന മാർഗ്ഗങ്ങൾ അവലംബിക്കുന്നത്. അങ്ങനെ ഈ അയിരിൻ്റെയും ഗ്യാങ്ങിൻ്റെയും ഒക്കെ സ്വഭാവം അനുസരിച്ച് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ 4 മെത്തേഡ്സ് ആണ് തന്നിരിക്കുന്നത്. ഇവയെ വേർതിരിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ സാന്ദ്രണം കൂട്ടാൻ വേണ്ടി, അയിരിൻ്റെ സാന്ദ്രത കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് 4 മെത്തേഡ്സ് ആണ് പറയുന്നത്. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക, അതിനെ ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് എന്നൊക്കെ പറയാം. 2ാമത് പ്ലവന പ്രക്രിയ അല്ലെങ്കിൽ ഫ്ലോട്ടേഷനാണ്. 3 കാന്തിക വിഭജനം. 4 ലീച്ചിങ്. ഇങ്ങനെ 4 പ്രോസസ്സാണ് പറയുന്നത്. അപ്പോൾ 4ഉം ഇമ്പോർട്ടൻ്റ് ആണ്, PSC മുൻപ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിതിൽ ഏത് മാർഗ്ഗമാണ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? ഒന്നുകിൽ അയിരിൻ്റെ അല്ലെങ്കിൽ ഗ്യാങ്ങിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് നമ്മളിതിൽ നിന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നോക്കാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ്, ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക. ഫസ്റ്റ് മെത്തേഡാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക. PSC ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ലെവിഗേഷൻ എന്നായിരിക്കും അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്ന് മാത്രം പഠിച്ചു വെക്കാതെ ലെവിഗേഷൻ എന്ന ടേം തീർച്ചയായിട്ടും പഠിക്കുക. ഹൈഡ്രോളിക് വാഷിംഗ് പിന്നെ നമുക്ക് കേട്ടാൽ മനസ്സിലാവുന്നതാണല്ലോ. അപ്പോൾ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ നോക്കാം. ഇവിടെ അയിരിന് ഗ്യാങ്ങിനേക്കാൾ സാന്ദ്രത കൂടുതലാണെങ്കിൽ, നോക്കാട്ടോ, അയിരിനകത്ത് എന്തുണ്ടെന്നാണ് പറഞ്ഞത്? ഗ്യാങ് ഉണ്ട്, ഇംപ്യൂരിറ്റീസ് ഉണ്ട്. അപ്പോൾ അയിരിന് ഗ്യാങ്ങിനേക്കാൾ സാന്ദ്രത കൂടുതലാണെങ്കിൽ, ഇവിടെ ഏതിനാണ്? അയിരിനാണ് സാന്ദ്രത കൂടുതൽ. ഓറിന് സാന്ദ്രത കൂടുതലാണെങ്കിൽ, ഓറിന് എന്താവണം? സാന്ദ്രത കൂടുതലാണെങ്കിലാണ് നമ്മൾ ഈ ലെവിഗേഷൻ എന്ന് പറയുന്ന മെത്തേഡ് സെലക്ട് ചെയ്യുന്നത്. അയിരിന് ഗ്യാങ്ങിനേക്കാൾ, ഓറിന് ഗ്യാങ്ങിനേക്കാൾ സാന്ദ്രത കൂടുതലാണെങ്കിൽ ഈ ഒരു ലെവിഗേഷൻ മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാം.
എടുക്കാം. അപ്പോൾ പൊടിച്ച അയിരിനെ എന്ത് ചെയ്യുക, ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക. അങ്ങനെ ആവുമ്പോൾ പൊന്തിക്കിടക്കുന്ന സാന്ദ്രത കുറഞ്ഞ ഗ്യാങ്ങിനെ എന്ത് ചെയ്യാൻ പറ്റും, അരിച്ചു മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ സാന്ദ്രത കൂടിയ അയിര് എന്താ ചെയ്യുക, അടിയിൽ താഴ്ന്നു കിടക്കുകയാണ് ചെയ്യുക അല്ലേ. സാന്ദ്രത കുറഞ്ഞ കാര്യങ്ങളാണല്ലോ പൊന്തി കിടക്കുന്നത്. അപ്പോൾ ആ വെള്ളത്തിൽ കഴുകുമ്പോൾ എന്ത് ചെയ്യും, ഈ പൊങ്ങി കിടക്കുന്ന മാലിന്യങ്ങളൊക്കെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ അങ്ങ് പോയിക്കോളും. ഓക്കെ അല്ലേ. അപ്പോൾ അതിൻ്റെ സാന്ദ്രണം ആ രീതിയിൽ നടക്കും. അപ്പോൾ സാന്ദ്രത കൂടിയ അയിര് അടിയിൽ അവശേഷിക്കും, സാന്ദ്രത കുറഞ്ഞ അവശിഷ്ടം നമുക്ക് കഴുകിക്കളയാനായിട്ട് പറ്റും. പൊതുവെ ഓക്സൈഡ് അയിരുകളെയാണ് ഈ രീതിയിൽ സാന്ദ്രണം ചെയ്യുന്നത്. ഓക്സൈഡ് അയിരുകളെയാണ് ഈ രീതിയിൽ എന്ത് ചെയ്യുന്നത്, സാന്ദ്രണം ചെയ്യുന്നത്. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുന്നത് ഓക്സൈഡ് അയിരുകളെയാണ്. അപ്പോൾ ലെവിഗേഷൻ അല്ലെ ഹൈഡ്രോളിക് വാഷിംഗ്, ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ എന്നൊക്കെ പറയുന്നത് നമ്മുടെ അയിരിൻ്റെ സാന്ദ്രണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഈ ഒരു സ്റ്റെപ്പ് 4 പ്രോസസ്സാണുള്ളത്. ഇതിലെ ഫസ്റ്റ് പ്രോസസ്സാണിത്. അപ്പോൾ അയിരിൻ്റെയോ ഗ്യാങ്ങിൻ്റെയോ സ്വഭാവം അനുസരിച്ചാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, ഓറിന് സാന്ദ്രത കൂടുതലായിരിക്കണം, അയിരിന് സാന്ദ്രത കൂടുതലായിരിക്കണം. അപ്പോൾ വെള്ളത്തിൽ കഴുകുമ്പോൾ ഈ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ പൊങ്ങി കിടക്കും, അത് വാഷ് ചെയ്യുമ്പോൾ അങ്ങ് പൊക്കോളും. അപ്പോൾ ഈ അയിരിനെ നമുക്ക് വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടും ഓക്സൈഡ് അയിരുകളാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് സാന്ദ്രണം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, പൊടിച്ച അയിര് ഇവിടെ വലിയൊരു ഫർണസിലേക്ക് ഇട്ടേക്കാണ്. എന്നിട്ട് എന്താ ചെയ്തേക്കുന്നത്, കണ്ടോ, അടിയിലൂടെ വെള്ളം കൊടുത്തു, ഉള്ളിലേക്ക് കൊടുത്തു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അയിരിൻ്റെ സസ്പെൻഷനാണ്, കണ്ടോ, സസ്പെൻഷൻ ഫോം ചെയ്തു. എന്നിട്ട് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഇതിലെ പുറത്തേക്ക് പോയി. അതുപോലെ തന്നെ സാന്ദ്രീകരിച്ച അയിരിനെ മറ്റൊരു പാത്രത്തിലേക്ക് ഇവിടെ നമുക്ക് കളക്ട് ചെയ്യാനായിട്ടും സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഇവിടെ പൊങ്ങി കിടക്കുന്നു, ഇവിടെ ഒരു വാഷ് ഔട്ടായിട്ട് അത് പോകുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കലെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, പ്ലവന പ്രക്രിയ. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ പറഞ്ഞു, ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുന്ന കേസിൽ ഓറിന് അല്ലെങ്കിൽ അയിരിന് സാന്ദ്രത കൂടുതലും ഗ്യാങ്ങിന് സാന്ദ്രത കുറവുമായിരിക്കും. അപ്പോൾ നോക്കിയേ, ഇനി പ്ലവന പ്രക്രിയയിൽ എങ്ങനെയാണ്, നേരെ തിരിച്ചാണ് കേട്ടോ. അപ്പോൾ അയിരിൽ അടങ്ങിയിട്ടുള്ള ഗ്യാങ്ങിനെ നീക്കം ചെയ്യുന്ന മറ്റൊരു പ്രോസസ്സാണ് പ്ലവന പ്രക്രിയ അല്ലെങ്കിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. അപ്പോൾ ഈ ഒരു കേസിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അയിരിന് സാന്ദ്രത കുറഞ്ഞതായിരിക്കണം, ഓറിൻ്റെ സാന്ദ്രത ഇവിടെ കുറവായിരിക്കും. ഓറിൻ്റെ സാന്ദ്രത കുറവുള്ള കേസുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലവന പ്രക്രിയ യൂസ് ചെയ്യുന്നത്. ഗ്യാങ്ങിന് സാന്ദ്രത കൂടുകയും ചെയ്യും ആ ഒരു കേസിലാണ്, അല്ല അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലവന പ്രക്രിയ സെലക്ട് ചെയ്യുന്നത്. അയിര് സാന്ദ്രത കുറഞ്ഞതും ഗ്യാങ് സാന്ദ്രത കൂടിയതുമാകുമ്പോഴാണ് പ്ലവന പ്രക്രിയ ഉപയോഗിക്കുന്നത്. പൊടിച്ച അയിരിനെ എന്ത് ചെയ്യണം, ജലവും പൈൻ ഓയിലും കൂടി കലർന്ന മിശ്രിതവുമായി കലർത്തി ശക്തിയായ വായുപ്രവാഹത്തിൽ ഇളക്കുന്നു. അപ്പോൾ ഉണ്ടാകുന്ന പതയോടൊപ്പം അയിരിൻ്റെ കണങ്ങൾ പറ്റിപ്പിടിക്കുകയും പൊങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. ഇതിനെ നീക്കം ചെയ്തതിന് ശേഷം അയിരിനെ വേർതിരിച്ച് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. പ്ലവന പ്രക്രിയയുടെ കേസിൽ ഇവിടെ എന്താണ്, അയിരിന് സാന്ദ്രത കുറവും അപദ്രവ്യത്തിന് സാന്ദ്രത കൂടുതലുമായിരിക്കും. അപ്പോൾ ഈ ഒരു കേസിൽ എങ്ങനെയാണ്, പൊടിച്ച അയിരിനെ ജലവും പൈൻ ഓയിലും കൂടിയിട്ട് എന്താ ചെയ്യേണ്ടത്, ജലവും പൈൻ ഓയിലും കൂടി കലർന്ന മിശ്രിതമായിട്ട് കലർത്തിയിട്ട് ശക്തമായിട്ടുള്ള വായു പ്രവാഹമാണ് കൊടുക്കുന്നത്. അങ്ങനെ വായു പ്രവാഹം കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് ഫോം ചെയ്യും, പത ഫോം ചെയ്യും കേട്ടോ. അപ്പോൾ ഈ അയിരിന് സാന്ദ്രത കുറവല്ലേ, അയിര് എന്ത് ചെയ്യും, ഈ പതയോടൊപ്പം പറ്റിപ്പിടിച്ച് പോകും. അപ്പോൾ ഈ പത മാറ്റിയിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, അയിരിനെ വേർതിരിച്ച് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുക. ഓക്കെ അല്ലേ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഇതാ ഇവിടെയാണ് ഒളിഞ്ഞു കിടക്കുന്നത്. പ്രധാനമായിട്ടും സൾഫൈഡ് അയിരുകളാണ് ഈ ഒരു പ്ലവന പ്രക്രിയ അല്ലെങ്കിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ് ഉപയോഗിച്ച് സാന്ദ്രണം ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ലെവിഗേഷൻ്റെ കേസിൽ അവിടെ ഓക്സൈഡ് അയിരുകളാണ് എന്ത് ചെയ്യുന്നത്, ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുന്ന അല്ലെങ്കിൽ ലെവിഗേഷൻ പ്രോസസ്സിലൂടെ സാന്ദ്രണം ചെയ്തെടുക്കുന്നതെന്ന് അല്ലേ, ഓക്സൈഡ് അയിരുകളാണെന്ന് പറഞ്ഞു. ഇനി ഇവിടെ കണ്ടോ, ഫ്രോത്ത് ഫ്ലോട്ടേഷനിലെ പ്ലവന പ്രക്രിയയുടെ കേസിൽ സൾഫൈഡ് അയിരുകളാണ് ഈ ഒരു മാർഗം ഉപയോഗിച്ച് സാന്ദ്രണം ചെയ്യുന്നത്. സൾഫൈഡ് അയിരുകൾ, ഫോർ എക്സാമ്പിൾ സിങ്ക് സൾഫൈഡ്, ലെഡ് സൾഫൈഡ്, ഇതൊക്കെ എന്താണ്, സൾഫൈഡ് അയിരുകളാണ്. അപ്പോൾ ഈ സൾഫൈഡ് അയിരുകളെയൊക്കെ സാന്ദ്രണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാർഗം ഉപയോഗിക്കുന്നത്. ഏത് മാർഗം, പ്ലവന പ്രക്രിയ അല്ലെങ്കിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലേക്ക് എന്താ ചേർത്തത്,
നമ്മൾ ഈ ഒരു അയിര് പൊടിച്ചതും ചേർത്തു, അതിലേക്ക് പൈൻ ഓയിലും ചേർത്തു. ഈ പൈൻ ഓയിൽ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ധാതുക്കളിൽ എന്തുണ്ട്, നമ്മുടെ അയിര് കണ്ടില്ലേ, അപ്പോൾ ഈ അയിരിൻ്റെ ആ ഒരു കണങ്ങളൊക്കെ നനയാതെ ഈ ഓയിലിൻ്റെ വാക്സ് കോട്ടിങ്ങോട് കൂടിയിട്ടിരിക്കാനാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ പൈൻ ഓയിൽ പോലെയുള്ള അല്ലെങ്കിൽ ഫാറ്റി ആസിഡ് പോലെയുള്ള കളക്ടേഴ്സൊക്കെ ചേർക്കുന്നത്. ഈ 2 കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അതായത് ലെവിഗേഷനും ഫ്ലോട്ടേഷനും പഠിക്കുമ്പോൾ ഒന്ന് കണക്ട് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട്. ലെവിഗേഷൻ എന്ന് പറയുന്നത് അപദ്രവ്യത്തിന് സാന്ദ്രത കുറഞ്ഞതായിരിക്കണം, അയിരിന് സാന്ദ്രത കൂടുതലായിരിക്കണം. അതുപോലെ ഫ്ലോട്ടേഷൻ അല്ലെങ്കിൽ പ്ലവന പ്രക്രിയ ആണെങ്കിൽ നേരെ തിരിച്ചാണ്, അപദ്രവ്യത്തിന് സാന്ദ്രത കൂടുതലായിരിക്കും, അതുപോലെ അയിരിന് സാന്ദ്രത കുറവായിരിക്കും. ഇനി അയിരുകളുടെ സാന്ദ്രണത്തിൻ്റെ കേസിൽ ലെവിഗേഷൻ എന്ന് പറയുന്നത് ഓക്സൈഡ് അയിരുകൾക്കാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ പ്ലവന പ്രക്രിയ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സൾഫൈഡ് അയിരുകളെയാണ് ഈ ഒരു മാർഗ്ഗം ഉപയോഗിച്ച് സാന്ദ്രണം ചെയ്യുന്നത്. ഓർത്ത് വെച്ചേക്കാം. ഇനി 3ാമത്തെ പോയിന്റ് പിന്നെ നമുക്ക് എളുപ്പമാണ്, പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. കാന്തിക വേർതിരിക്കൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് സെപ്പറേഷനാണ്. നോക്കിയേ, അതായത് ഒന്നുകിൽ നമ്മുടെ അയിരിന് അല്ലെങ്കിൽ അവിടുത്തെ അപദ്രവ്യത്തിന് ഏതെങ്കിലും ഒന്നിന് എന്ത് വേണം, ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നാൽ നമുക്ക് ഈ ഒരു രീതി യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാന്തിക വിഭജനം അല്ലെങ്കിൽ മാഗ്നറ്റിക് സെപ്പറേഷൻ. ഒരു കാന്തിക റോളറിലൂടെ പൊടിച്ച അയിരിനെ കടത്തിവിടുമ്പോൾ, എല്ലാം ശ്രദ്ധിക്കണം, എല്ലാ പ്രോസസ്സിലും പൊടിച്ച അയിരാണ് കേട്ടോ, പൊടിച്ച അയിരിനെ കടത്തിവിടുമ്പോൾ കാന്തിക സ്വഭാവമുള്ള അയിരോ ഗ്യാങ്ങോ വേർതിരിക്കപ്പെടുന്നു. ഇത്തരത്തിൽ ശുദ്ധമായ അയിര് ലഭിക്കുന്ന പ്രക്രിയയാണ് കാന്തിക വേർതിരിക്കൽ. പ്രത്യേകിച്ചൊന്നുമില്ല, ഒന്നുകിൽ അയിരിന് അല്ലെങ്കിൽ അപദ്രവ്യത്തിന് ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവം ഉണ്ടായാൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് സാന്ദ്രണം ചെയ്യാം. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് മാഗ്നറ്റൈറ്റ് അയിരിന് വേണ്ടിയിട്ട്. മാഗ്നറ്റൈറ്റ് എന്നത് എന്താണ്, ഇരുമ്പിൻ്റെ അയിരാണ് അല്ലേ. അപ്പോൾ അതിനെ സാന്ദ്രണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. മാഗ്നറ്റൈറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇവിടെ 3 ഉണ്ട് അല്ലേ. അപ്പോൾ Fe3O4 ആണ്. Fe3O4 ഇതിലെന്തുണ്ട്, അയിരിന് കാന്തിക സ്വഭാവം ഉണ്ട്. അപ്പോൾ ഗ്യാങ്ങിന് എന്തില്ല, കാന്തിക സ്വഭാവമില്ല. ടിൻ സ്റ്റോൺ അയിര് കാന്തികമല്ല. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഗ്യാങ് ആയിട്ടുള്ള അയൺ ടങ്സ്റ്റേറ്റ് കാന്തികമാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ ഇത് കണ്ടോ ഏതൊക്കെയാണ്. അപ്പോൾ മാഗ്നറ്റൈറ്റിൻ്റെ കേസിൽ ഏത് യൂസ് ചെയ്യാം, നമുക്ക് കാന്തിക വിഭജനം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കാന്തികമല്ലാത്ത ടിന്നിൻ്റെ അയിരായിട്ടുള്ള ടിൻ സ്റ്റോണിൽ നിന്ന് കാന്തിക അപദ്രവ്യമായിട്ടുള്ള അയൺ ടങ്സ്റ്റനെ മാറ്റാൻ വേണ്ടിയിട്ട്, നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. മാഗ്നറ്റിക് സെപ്പറേഷൻ 2 എക്സാമ്പിളാണ് പഠിച്ചത്. ഒന്ന് മാഗ്നറ്റൈറ്റും മറ്റൊന്ന് ടിൻ സ്റ്റോണിൻ്റെ കേസിൽ അയിരാണ് ടിൻ സ്റ്റോൺ എന്ന് പറയുന്നത്. അതിനല്ല മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളത്. അതിൽ അപദ്രവ്യമായിട്ടുള്ള അയൺ ടങ്സ്റ്റേറ്റിനാണ് കാന്തിക പ്രോപ്പർട്ടി ഉള്ളത്. ഇനി മാഗ്നറ്റൈറ്റിൻ്റെ കേസിൽ എങ്ങനെയാണ്, മാഗ്നറ്റൈറ്റിൻ്റെ അയിരിനാണ് എന്തുള്ളത്, കാന്തിക സ്വഭാവമുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ലീച്ചിങ് ആണ് കേട്ടോ. ലീച്ചിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, PSC മുൻപ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നോക്കാം. ലീച്ചിങ് പൊടിച്ച അയിര് അനുയോജ്യമായിട്ടുള്ള ഒരു ലായകവുമായിട്ട് മിക്സ് ചെയ്യുന്നു. അയിര് ഒന്നുകിൽ ആ ഒരു ലായകത്തിൽ ലയിക്കും, എന്നിട്ട് എന്ത് ചെയ്യും, രാസപ്രവർത്തനത്തിന് വിധേയമാവുകയും ചെയ്യും. എന്നിട്ട് അതൊരു ലായനിയായിട്ട് മാറും. നോക്കിയേ, ഇതൊരു ബീക്കറാണ്. ഈ ബീക്കറിനകത്ത് എന്തുണ്ട്, ഒരു ലായകമുണ്ട്. ഓക്കെ, ജലമാണെന്ന് വെച്ചോ. ലായകം എന്ന് പറയുമ്പോൾ ലയിപ്പിക്കാൻ കഴിവുള്ള എന്തോ ഒരു സാധനം. ഓക്കെ, അപ്പോൾ ആ ലായകമുണ്ട്. ഇതിലേക്ക് എന്ത് ചെയ്യുക, പൊടിച്ച അയിര് നമ്മൾ ചേർക്കണം. പൊടിച്ച അയിര് ചേർത്ത് ഇത് പൊടിച്ച അയിരാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നതെന്ന് വിചാരിക്കുക, പൊടിച്ച അയിര്. അപ്പോൾ ശേഷം എന്തായി, ഇത് മിക്സ് ചെയ്ത് ഇതിനെ ഒരു ലായനിയാക്കി മാറ്റി അല്ലേ. ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള പൊടിച്ച അയിര് അതിനകത്ത് ലയിച്ചു എന്ന് വെച്ചോളൂ. അപ്പോൾ അതെന്തായി മാറി, ഒരു ലായനിയായിട്ട് മാറി. പക്ഷേ അതിനകത്ത് ഗ്യാങ് ഉണ്ട്, ഗ്യാങ് പോയിട്ടില്ല, ഗ്യാങ് അവിടെ ഉണ്ട്. ഓക്കെ, ഗ്യാങ് എന്ത് ചെയ്യില്ല, ലയിക്കില്ല. അത് അടിയിൽ ഇങ്ങനെ സെറ്റായി കിടക്കും, അടിയിൽ കൂടി കിടക്കും അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് പിന്നീട് അരിച്ചു മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്ത് വന്നിട്ടുള്ള ഈ ഒരു ഗ്യാങ് അടിയിൽ ഊറി കിടക്കും. അപ്പോൾ അതിനെ നമുക്ക് അരിച്ചു മാറ്റാനായിട്ട് പറ്റും. ഈ ഒരു പ്രോസസ്സാണ് ലീച്ചിങ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അനുയോജ്യമായ ലായനിയിൽ അനുയോജ്യമായിട്ടുള്ള അയിര് ചേർക്കുമ്പോൾ അതിൽ രാസപ്രവർത്തനം നടക്കും. എന്നിട്ട് ഈ ഒരു അയിര് ആ ഒരു ലായകത്തിൽ ലയിച്ച് ലായനിയായിട്ട് മാറും. പക്ഷേ ഗ്യാങ് ലയിക്കില്ല, ഗ്യാങ് ഇവിടെ അടിയിൽ സെറ്റായിട്ട് കിടക്കും. ഇങ്ങനെ അടിയിൽ സെറ്റിലായി കിടക്കുന്ന ആ ഒരു ഗ്യാങ്ങിനെ നമുക്ക് അരിച്ചു മാറ്റാനായിട്ട് പറ്റും. ഇത്രയേ ഉള്ളൂ ലീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ അലുമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതി ഏതാണ്? PSC PYQ UPSA ക്വസ്റ്റ്യൻ പേപ്പർ 2023. ഓക്കെ,
അപ്പോൾ അത് മനസ്സിലായല്ലോ. അലൂമിനിയത്തിൻ്റെ അയിരായിട്ടുള്ള ബോക്സൈറ്റിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ലീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്യുന്ന രീതി ഏതാണ് ലീച്ചിങ് ആണ്. ബോക്സൈറ്റിൻ്റെ ഇക്വേഷൻ അറിയാലോ, നമ്മൾ നേരത്തെ പഠിച്ചു. ഏതാ? Al2O3. ഇനി അടുത്ത ഭാഗം, പ്രകൃതിയിൽ ഏറെക്കുറെ സ്വതന്ത്ര അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ലോഹങ്ങളാണ് സ്വർണം, വെള്ളി തുടങ്ങിയവ. ഈ ലോഹങ്ങളുടെ അയിരുകളെ സോഡിയം സയനൈഡിൻ്റെയോ പൊട്ടാസ്യം സയനൈഡിൻ്റെയോ നേർപ്പിച്ച ലായനിയുമായി വായുവിൻ്റെ സാന്നിധ്യത്തിൽ ലീച്ചിങ് നടത്തിയാണ് ലോഹത്തെ വേർതിരിക്കുന്നത്. അതായത് സ്വതന്ത്ര അവസ്ഥയിലാണ് കാണപ്പെടുന്നത് എന്ന് പറയുന്നെങ്കിൽ പോലും അതിൽ ചെറിയ രീതിയിലുള്ള എന്തൊക്കെ ഉണ്ടാവും? അപദ്രവ്യങ്ങൾ, ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ശുദ്ധമായിട്ടുള്ള ലോഹം വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഈ സ്വർണം, വെള്ളി പോലെയുള്ള ലോഹങ്ങളുടെ അയിരുകളെ സോഡിയം സയനൈഡിൻ്റെയോ പൊട്ടാസ്യം സയനൈഡിൻ്റെയോ നേർപ്പിച്ച ലായനിയുമായി വായുവിൻ്റെ സാന്നിധ്യത്തിൽ ലീച്ചിങ് നടത്തിയാണ് ലോഹത്തെ വേർതിരിക്കുന്നത്. അപ്പോൾ സോഡിയം സയനൈഡിൻ്റെ നോക്കിയേ, NaCN എന്നാണ് കേട്ടോ അതിൻ്റെ കെമിക്കൽ ഫോർമുല. NaCN എന്നുള്ളതാണ്. അതുപോലെ തന്നെ പൊട്ടാസ്യം സയനൈഡ് KCN ആണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇതിൻ്റെ നേർപ്പിച്ച ലായനി ഇതിൻ്റെ നേർപ്പിച്ച ലായനിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? സ്വർണ്ണോ അല്ലെങ്കിൽ സിൽവറിൻ്റെയോ ഒക്കെ എന്താ ചെയ്യേണ്ടത്? അയിര് ചേർക്കുക. അപ്പോൾ നമുക്ക് ശുദ്ധമായിട്ടുള്ള ലോഹം വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയും ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, ഈ ഒരു ബോക്സ് കൂടി നോക്കാം. ബോക്സിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യുന്ന ബോക്സാണ് കേട്ടോ. അയിരുകൾക്ക് സാന്ദ്രത കുറവും അപദ്രവ്യങ്ങൾക്ക് സാന്ദ്രത കൂടുതലും. അയിരുകൾക്ക് സാന്ദ്രത കുറവും അപദ്രവ്യങ്ങൾക്ക് സാന്ദ്രത കൂടുതലുമാണെങ്കിൽ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്? അയിരുകൾക്ക് സാന്ദ്രത കുറവാണെങ്കിൽ നമ്മളവിടെ പ്ലവന പ്രക്രിയയല്ലേ ഉപയോഗിക്കുന്നത്? പ്ലവന പ്രക്രിയ, ഫ്ലോട്ടേഷൻ, പ്ലവന പ്രക്രിയ. ഇനി അടുത്തത് ഇവിടെ നോക്കണേ, അയിരുകൾക്ക് സാന്ദ്രത കുറവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ് പ്ലവന പ്രക്രിയ എടുത്തത്. ഇനി അയിരിന് കാന്തിക സ്വഭാവമുണ്ട്, അപദ്രവ്യങ്ങൾക്ക് കാന്തിക സ്വഭാവമില്ല. നേരെ തിരിച്ചാണെങ്കിലും ആവാം. അപദ്രവ്യങ്ങൾക്ക് കാന്തിക സ്വഭാവമുണ്ട്, അയിരിന് കാന്തിക സ്വഭാവമില്ല എന്ന് വന്നാലും നമുക്കിവിടെ എന്തെഴുതാം? കാന്തിക വിഭജനം. ഏതെങ്കിലും ഒന്നിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടായാൽ മതി. കാന്തിക വിഭജനം. ഓക്കെ, ഇനി അയിരിനെ ലയിപ്പിക്കുന്ന ലായകം ഉപയോഗിക്കുന്ന എവിടെയാണ്? ലീച്ചിങ്ങിലാണ് അല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നുള്ളൂ. എന്താണ്? ഗോൾഡ്, സിൽവർ, അതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിൽവർ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? പൊട്ടാസ്യം സയനൈഡ്, സോഡിയം സയനൈഡ്. പൊട്ടാസ്യം സയനൈഡ്, സോഡിയം സയനൈഡ് എന്നതിൻ്റെ നേർപ്പിച്ച ലായനിയിൽ നമുക്ക് എന്ത് ചെയ്യാം? സിൽവറിനെയും ഗോൾഡിനെയും ഒക്കെ സാന്ദ്രണം ചെയ്തെടുക്കാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു അല്ലേ? ഇനി അടുത്തത്, അയിരിന് സാന്ദ്രത കൂടുതൽ. ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കണം, മാറിപ്പോകാൻ കൂടുതൽ ചാൻസ് ഉള്ളതാണിത്. ഓക്കെ, അയിരിന് സാന്ദ്രത കൂടുതലാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നമുക്ക് ലെവിഗേഷൻ യൂസ് ചെയ്യാം അല്ലേ? ലെവിഗേഷൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ, ലെവിഗേഷൻ. അവിടെ അയിരിനായിരിക്കും സാന്ദ്രത കൂടുതൽ, അപ്പോൾ അതാണ് ലെവിഗേഷനും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ആക്കിയിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത 2 സ്റ്റെപ്പ് കൂടി നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അല്ലേ? അയിരുകളുടെ സാന്ദ്രണം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് 2 സ്റ്റെപ്പ് കൂടി പഠിക്കാനുണ്ട്. അത് നമ്മൾ തൊട്ടടുത്ത ക്ലാസ്സിൽ പഠിക്കും. സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ റിഫൈനിങ്, ലോഹശുദ്ധീകരണം എന്ന് പറയുന്ന ഭാഗവും നമ്മൾ തൊട്ടടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടിയൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. കേട്ടിട്ട് എക്സാമൊക്കെ നല്ല രീതിയിൽ എഴുതുക കേട്ടോ. നമ്മുടെ ക്ലാസ് കുറച്ച് ദിവസം കണ്ടില്ലെങ്കിലും നിങ്ങൾ കേട്ടിട്ട് എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പഠിക്കുക. ആ എക്സാം ക്വാളിഫൈ ആവുക, എന്നാലല്ലേ നമുക്ക് ടീച്ചർ എക്സാം പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് കേട്ടിട്ട് എക്സാമൊക്കെ എഴുതുക, എന്നിട്ട് ക്വാളിഫൈ ആവുക, പഠിച്ചു തുടങ്ങുക. LP UPക്ക് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങുക. ഓക്കെ, താങ്ക്